ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയ ഒരു നൈറ്റ് ഡ്രസ്സാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്, അമ്മ ഇല്ല. ഞാൻ ഇന്നലെ അമ്മയായിട്ട് ഹോസ്പിറ്റലിൽ പോയി. ഇതെന്തോ പപ്സ് പോലത്തെ എൻ്റെ പൊടിയാണ്. അപ്പോൾ ഇന്നലെ പോയി. എനിക്ക് സ്കാൻ ചെയ്യാനുള്ള ഡേറ്റ് അടുത്ത ആഴ്ചയാണ്, വ്യാഴാഴ്ചയാണ്. കീറേണ്ടി വരുമോയെന്നറിയില്ല മുഴ, അതെന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇന്ന് അമ്മ ഹോസ്പിറ്റലിൽ ഷുഗറും ബ്ലഡും ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ട് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഗ്ലാസ് പാൽ കാച്ചി കൊണ്ടുവന്നിട്ടുണ്ട്. അത് കുടിക്കണം. കുടിച്ചിട്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റെങ്കിലും ഒഴിവാക്കാമെന്നാണ് വിചാരിക്കണം. അത്യാവശ്യം തടിയുണ്ടല്ലോ അതുകൊണ്ട്. എന്നിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഊണിന് അമ്മ സാമ്പാർ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഇത് ദോശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതുണ്ട്. അപ്പോൾ ബാക്കി ഇനി കുറച്ചൊന്ന് എന്തെങ്കിലും കറി, തോരനോ, എന്നിട്ട് മീനുണ്ട്. അപ്പോൾ അത് കുഴിയാളെന്തോ, അപ്പോൾ അത് ഒന്ന് കട്ട് ചെയ്ത് എന്തെങ്കിലും ഒരു മീൻ കറി എനിക്കധികം അങ്ങനെ വെച്ച് ശീലമില്ല അമ്മയില്ലാതെ, എന്നാലും അതൊന്ന് വെച്ച് നോക്കണം. ഞാൻ മീൻ കറി വയ്ക്കുമ്പോൾ പുളി ഇടാൻ മറന്നു പോകും, ഞാനായിട്ട് വെക്കുകയാണെങ്കിൽ. അല്ലെങ്കിൽ സഹായിച്ചു കൊടുക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും മീൻ കറി പറ്റുമെങ്കിൽ ഒന്ന് വെക്കണം. തോരനുണ്ടാക്കണം. അപ്പോൾ ഇത്രയാകുമ്പം ഉച്ചയ്ക്ക് ഊണിനുള്ളതായി. അപ്പോൾ അതാണ് ജോലി. അത് ഞാൻ വ്ളോഗായിട്ട് അങ്ങനെ കാണിക്കില്ല, ജസ്റ്റ് എന്തെങ്കിലും പറ്റുമെങ്കിൽ ഷൂട്ട് ചെയ്തിടാം. എന്നിട്ട് ടാരോ റീഡിങ് പഠിക്കുകയോ അല്ലെങ്കിൽ ടാരോ കാണുകയോ ചെയ്യണം. അപ്പോൾ ഇന്നലെ പുറത്തൊക്കെ പോയിട്ട് വന്നിട്ട് നല്ലതായിട്ട് കിടന്നുറങ്ങി. ചെറിയ ജലദോഷമുണ്ട്. AC ഇട്ട് കിടക്കുമ്പം ചെറിയ ജലദോഷം വരും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ ഇന്നിനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ടാരോ പഠിക്കലും കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞോന്നറിയില്ല, ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടോയെന്നറിയില്ല, ചെറിയൊരു പാല് മധുരം ഇട്ടിട്ട് ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. ഹോർലിക്സും ബൂസ്റ്റും ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കുറച്ച് പഞ്ചസാര ഇട്ട് തിളപ്പിച്ചെടുത്തതാണ്. ചെറിയൊരു സ്റ്റാർട്ടപ്പ് പോലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോസ് എന്തെങ്കിലും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഈ ചാനലിൽ ഇടാൻ നോക്കാം. ഡ്രസ്സും ഫാൻസി ഓർണമെൻറ്റ്സും ആണ് ഉദ്ദേശിക്കുന്നത്. അത് ഞാൻ കാണുന്ന ടാരോ റീഡിങ്ങിൻ്റെ ഇത് വഴി സെല് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്, ഒരു മാം വഴി. നോക്കട്ടെ, അതെന്തെങ്കിലും അപ്ഡേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ പറയാം. എന്നിട്ട് എനിക്കൊരു വെബ്സൈറ്റ് അടുത്ത വർഷം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഞാൻ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്കും കാര്യങ്ങളോ ഡീറ്റെയിൽസും ഒക്കെ ഞാൻ തരാം. അപ്പോൾ എന്തെങ്കിലും ആർക്കെങ്കിലും കയറി വാങ്ങാൻ എന്നെ ഹെൽപ്പ് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിൽ കയറി വാങ്ങാം. ഞാൻ നന്നായിട്ട് പഠിക്കുമെങ്കിലും ഹാർഡ് വർക്ക് ചെയ്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഏറ്റവും ആഗ്രഹം ഉണ്ടായിരുന്ന കുഞ്ഞുനാൾ മുതലേ ബിസിനസ് ചെയ്യുക, ഡ്രസ്സിൻ്റെ ബിസിനസ്സാണ് എനിക്കിഷ്ടം. ഇപ്പോൾ പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് രാമചന്ദ്രൻ അല്ലെങ്കിൽ പോത്തീസ് അതുപോലുള്ള ഒരു ഷോപ്പ് തുടങ്ങുക എന്നുള്ളതാണ് എൻ്റെ ഭയങ്കര, അല്ലെങ്കിൽ ഒരു ബൊട്ടീക്ക്, ചെറിയ രീതിയിലാണെങ്കിൽ ഒരു ബൊട്ടീക്ക്, അതാണ് എൻ്റെ ഇഷ്ടം. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുമായിരുന്നെങ്കിലും എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പാണ്. ഫാൻസി അതൊക്കെയാണ് എനിക്കിഷ്ടം, മാർജിൻ ഫ്രീ. അപ്പോൾ നോക്കാം, എന്തെങ്കിലും നമുക്ക് ഇപ്പോൾ അതൊന്നും സ്റ്റാർട്ട് ചെയ്യാനില്ല, ജസ്റ്റ് ഒരു വെബ്സൈറ്റ് എന്തായാലും ക്രിയേറ്റ് ചെയ്യാം എന്നൊരു ഐഡിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ വർഷം പറ്റുമോയെന്നറിയില്ല. അതിന് കുറച്ച് കൂടി പൈസയൊക്കെ ആവശ്യമാണ്. ഒരു 50,000 രൂപയെങ്കിലും വേണ്ടി വരും. കാരണം വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പൈസ കൊടുക്കണം. പിന്നെ അതിൽ കുറേ ഡ്രസ്സും ഓർണമെൻറ്റ്സും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മളതിൽ അത് വേണ്ടേ ആ കളക്ഷൻ. അപ്പോൾ അതിനൊരു 50,000 രൂപയെങ്കിലും ആവശ്യമായിട്ട് വരും. ഒരു തുടക്കം എന്നുള്ള നിലയിൽ അത്രയെങ്കിലും വേണം, അത് കുറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എന്തായാലും ഞാൻ ഇന്നത്തെ വീഡിയോ കാണിച്ചു തരാം.